വീണ ജോർജ് ഒരു പരാജിതയായ ആരോഗ്യമന്ത്രിയുടെ സ്ഥാനത്തേക്കാണ് ഇപ്പോൾ പൊയ്ക്കൊണ്ടിരിക്കുന്നത്. അതായത് എങ്ങനെ ഉണ്ടായിരുന്ന സ്ഥാനം എന്നുള്ളത് കൂടെ നമ്മളൊന്ന് ആലോചിച്ച് നോക്കണം. അതായത് വലിയ ദുരന്തങ്ങൾ, ആ ദുരന്തഘട്ടത്തിനെ ആരോഗ്യവകുപ്പ് കൈകാര്യം ചെയ്യാൻ ആരോഗ്യവകുപ്പിന് നിർണായകമായ പങ്കുണ്ടായിരുന്നു നമ്മുടെ കേരളത്തിലെ ബാധിച്ച എല്ലാ ദുരന്തങ്ങൾക്കും. അതായത് അത് പ്രളയമായാലും ശരി തന്നെ, ഈ പറയുന്ന നിപ്പ, കോവിഡ്, എല്ലാ ഘട്ടങ്ങളിലും ഈ പറയുന്ന ആരോഗ്യവകുപ്പ് കൃത്യവും നിർണായകവുമായിട്ടുള്ള പങ്ക് വഹിച്ചു. അവിടെ തിളങ്ങി നിന്ന ഒരു സ്ഥാനമാണ് ആരോഗ്യമന്ത്രിയുടെ സ്ഥാനം. കെ ശൈലജ ഏറ്റവും സ്തുത്യർഹമായിട്ടുള്ള ഒരു സേവനം ചെയ്ത് അവരതിനെ ഒരു മികച്ച പൊസിഷനിലേക്ക് കൊണ്ടുവന്ന ആരോപണങ്ങളൊക്കെ ഒരുപാടുണ്ടായിരുന്നുവെങ്കിലും, പക്ഷേ ആ സ്ഥാനത്തേക്ക് വീണ ജോർജ് വന്നപ്പോൾ എന്ത് സംഭവിച്ചു എന്നുള്ളതിലാണ് ഏറ്റവും വലിയ ആശങ്ക. അതായത് ഒരു കാര്യപ്രാപ്തി ഇല്ലാത്ത മന്ത്രിയായിട്ട് വീണ ജോർജ് മാറി എന്ന് വിലയിരുത്താൻ കഴിയില്ലേ? തീർച്ചയായിട്ടും ഇപ്പോഴത്തെ സാഹചര്യം വെച്ച് നോക്കുമ്പോൾ ഒരു അടിയന്തര പ്രാധാന്യമുള്ളൊരു വിഷയം വന്നു കഴിഞ്ഞാൽ അത് കൈകാര്യം ചെയ്യുന്നതിൽ വീണ ജോർജിന് ചില സ്ഥലങ്ങളിൽ പാകപ്പിഴകൾ സംഭവിക്കുന്നുണ്ട്. ഇപ്പം ഉദാഹരണത്തിന് നമ്മൾ മാധ്യമങ്ങളുമായിട്ട് സംസാരിക്കുന്ന ഘട്ടം, പഴയ മാധ്യമ പ്രവർത്തകയാണ്, എന്നിരുന്നാലും മാധ്യമങ്ങളുമായിട്ട് സംസാരിക്കുന്ന ഘട്ടത്തിൽ പോലും ചില വിഷയങ്ങളിൽ എടുത്തുചാടിയുള്ള ഉത്തരം പറച്ചിൽ, എടുത്തുചാടിയുള്ള സമീപനം അത് അവർക്ക് തന്നെ. ഇപ്പോൾ കഴിഞ്ഞ ദിവസം കോട്ടയത്തുണ്ടായ വിഷയത്തിൽ ആദ്യഘട്ടത്തിൽ തന്നെ വീണ ജോർജിനടുത്ത് മാധ്യമങ്ങൾ പ്രതികരണം ചോദിച്ചു. സ്വാഭാവികമായിട്ട് അവർ ആ സമയത്ത് വിശദമായിട്ടുള്ള പ്രതികരണത്തിന് പോകാതിരിക്കുന്നതാണ് നല്ലത്. കാരണം എന്താണ് അവിടെ സംഭവിച്ചതെന്ന് നമുക്കറിയില്ല. ഇപ്പോൾ പൊളിക്കാനിട്ട കെട്ടിടമാണെങ്കിലും മഴ പെയ്യുന്ന സമയമാണെങ്കിൽ ആരെങ്കിലും കയറി അതിൻ്റെ ചോട്ടിൽ നിൽക്കും. അത് അറിയില്ല. അപ്പം അത് പൊളിഞ്ഞ് വീഴുമ്പോൾ അതിനകത്ത് ആളുണ്ടോ ഇല്ലയോ എന്നുള്ളത് നമുക്കിപ്പോൾ അറിയില്ല എന്ന് മാത്രം പറഞ്ഞാൽ മതി. അല്ലാണ്ട് അതിനപ്പുറം അതിനകത്ത് ആരുമില്ല. അത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടുന്ന് കൊടുത്ത റിപ്പോർട്ട് ഇവിടുന്ന് കൊടുത്ത റിപ്പോർട്ടാണ്. ആ റിപ്പോർട്ടിലാണ് അവർ പറയുന്നത് അതിനകത്ത് ആളില്ല എന്നുള്ളത്. പക്ഷെ ഒരു മന്ത്രി പറയുമ്പോൾ അത് ഒഫീഷ്യലായി. അങ്ങനെ ആ അടിയന്തര പ്രാധാന്യമുള്ള വിഷയത്തിൽ അങ്ങനെ പ്രതികരിക്കാതിരിക്കുന്നതാണ് അവർക്ക് നല്ലത്. പിന്നെ വീണ ജോർജിനെ സംബന്ധിച്ചിടത്തോളം അവർക്ക് രാഷ്ട്രീയ ബാക്ക്ഗ്രൗണ്ടൊന്നുമില്ല. ഇത്തരം സാഹചര്യങ്ങൾ അവരുടെ ജീവിതത്തിലൂടെ കടന്നുപോയിട്ടുമില്ല. അവർക്കത് കൈകാര്യം ചെയ്യാനുള്ള പ്രാപ്തിക്കുറവ് അതിനകത്ത് കൃത്യമായിട്ട് കാണിക്കാറുണ്ട്. ശൈല ടീച്ചറെ സംബന്ധിച്ചിടത്തോളം അതല്ല. ശൈല ടീച്ചർ അവരുടെ രാഷ്ട്രീയ ജീവിതത്തിൽ തന്നെ ഒരുപാട് ഇതുപോലുള്ള ഘട്ടങ്ങൾ കടന്നിട്ടാണ് ശൈല ടീച്ചർ വന്നിട്ടുള്ളത്. സ്വാഭാവികമായിട്ടും ശൈല ടീച്ചറെ സംബന്ധിച്ചിടത്തോളം അവർക്ക് അനുഭവങ്ങളുള്ളത് കൊണ്ട് തൻ്റെ മുന്നിൽ വരുന്ന പ്രതിസന്ധികളെ എങ്ങനെ കൈകാര്യം ചെയ്യാം എന്നുള്ളത്, അത് ജനങ്ങൾക്കിടയിൽ പ്രവർത്തിച്ച ഒരാൾ ഒരു സ്ഥാനത്ത് എത്തുമ്പോൾ അതെങ്ങനെ കൈകാര്യം ചെയ്യാം, ജനങ്ങൾ ഏത് രീതിയിൽ അത് എടുക്കാനുള്ള സാധ്യതയുണ്ട് എന്ന് അവർക്ക് മനസ്സിലാവും. പക്ഷേ വീണ ജോർജിനെ സംബന്ധിച്ചിടത്തോളം അതല്ല. വീണ ജോർജിന് ജനങ്ങൾക്കിടയിൽ പ്രവർത്തിച്ച പരിചയമൊന്നുമില്ല. ചാനൽ മുറികളിൽ ഇരുന്നിട്ട് നമ്മളിപ്പോൾ സംസാരിക്കലല്ല ജനങ്ങൾക്കിടയിൽ അവരുടെ പൾസ് അറിഞ്ഞിട്ട് പ്രവർത്തിക്കുക എന്ന് പറഞ്ഞു. ജനങ്ങൾക്ക് 100 ചോദ്യങ്ങളുണ്ടാവും. ആ 100 ചോദ്യങ്ങളും ഒരേ രീതിയിൽ കൈകാര്യം ചെയ്യാൻ കഴിയുന്നിടത്താണ് ഒരാൾ നേതാവാകുന്നത്. ഒരാൾ മന്ത്രിയായാലും അവർ ഈ അവിടെ ഇരുന്നിട്ട് ഉദ്യോഗസ്ഥന്മാർ പറയുന്നത് പോലെ കേട്ട് പ്രവർത്തിക്കേണ്ട ഒരാൾ മാത്രമല്ല. അവർക്ക് മനസ്സിലാകണം ജനങ്ങൾക്ക് എന്ത് കൊടുക്കണം, ജനങ്ങളുടെ പൾസ് എന്താണ് എന്ന് തിരിച്ചറിയാവുന്നിടത്താണ് ഒരാൾ മികച്ച മന്ത്രിയാകും. ശൈല ടീച്ചറെ സംബന്ധിച്ചിടത്തോളം അവർക്കത് മനസ്സിലായി. നിപ്പ വന്ന സമയത്ത് അവർ ആ ജനങ്ങളുടെ ഇടയിലായിരുന്നു. അല്ലാതെ അവർ മന്ത്രിമന്ദിരത്തിൽ പോയി വിളിച്ചിട്ട് ഞാനിവിടെ ഇരിക്കാം, നിങ്ങൾ ഉദ്യോഗസ്ഥന്മാരത് കൈകാര്യം ചെയ്യുമെന്ന് പറഞ്ഞ് മാറിയൊന്നുമില്ല. അവർ മാസ്കും PPE കിറ്റൊക്കെ ഇട്ടിട്ട് അവരുടെ ഇടയിലുണ്ടായിരുന്നു. കോവിഡ് വന്ന സമയത്ത് രാത്രി 2 മണിക്ക് 3 മണിക്ക് വിളിച്ച് അവരെ ശൈല ടീച്ചർ ഫോൺ എടുക്കുമായിരുന്നു. അത് പലരും പറഞ്ഞിട്ടുള്ളൊരു കാര്യം. അപ്പോൾ അങ്ങനെയാണ് ഏത് മന്ത്രിസഭ വന്നു കഴിഞ്ഞാലും ആ മന്ത്രിസഭയുടെ ഏറ്റവും നല്ലതും ചീത്തയും സൃഷ്ടിക്കാൻ സാധിക്കുന്ന ഒരു വകുപ്പാണ് ആരോഗ്യവകുപ്പ്. ഇപ്പോൾ നമുക്ക് എത്ര വർഷം കഴിഞ്ഞ് കഴിഞ്ഞാലും ശൈല ടീച്ചർ ഒരു മികച്ച ആരോഗ്യമന്ത്രിയായിരുന്നു എന്ന കാര്യം, എന്തൊക്കെ ആരോപണങ്ങളുണ്ടെങ്കിൽ പോലും ശൈല ടീച്ചർ ഒരു മികച്ച ആരോഗ്യമന്ത്രിയാണ് എന്നുള്ളത് എത്ര വർഷങ്ങൾക്ക് ശേഷമാണെങ്കിലും അടയാളപ്പെടുത്തുന്ന ഒരു കാര്യമല്ലേ? അത് തീർച്ചയായിട്ടും കെ ശൈലജ കൊണ്ടുവന്ന കുറേ കാര്യങ്ങളുണ്ട്. അതായത് ഒരു മന്ത്രി എന്ന് പറയുന്ന ആരോഗ്യമന്ത്രി എന്ന് പറയുന്നത് നിർദ്ദേശം നൽകിയില്ലെങ്കിൽ ഓർഡർ കൊടുത്ത് മാത്രം ഇരിക്കാനുള്ളതല്ല. ഇറങ്ങി പ്രവർത്തിക്കാൻ കഴിയും, എനിക്ക് നേരിട്ട് പരിശോധിക്കാൻ കഴിയും, എനിക്ക് കാര്യങ്ങൾ വിലയിരുത്താൻ കഴിയും. അങ്ങനെ ഒരു കോൺഫിഡൻസോട് കൂടിയാണ് കെ ശൈലജ എന്ന് പറയുന്ന മന്ത്രി പ്രവർത്തിച്ചിരുന്നത്. അതിൻ്റെ ഒരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആശുപത്രികളിൽ നേരിട്ടെത്തി സന്ദർശനം നടത്തി കാര്യങ്ങൾ വിലയിരുത്തി. അപ്പോൾ ഈ നിപ്പയുടെ കാര്യത്തിൽ നമ്മൾ വലിയ ഒരു പ്രതിരോധം തീർക്കുക. അതായത് ഒരു ഡോക്ടർ ഐഡന്റിഫൈ ചെയ്യാണ് നിപ്പ എന്ന് പറയുന്ന രോഗം, അതുവരെ കേരളത്തിൽ ഇല്ലാതെ ആ രോഗത്തിനെ അയാൾ എങ്ങനെ ഐഡന്റിഫൈ ചെയ്യണം, മനസ്സിലാക്കുന്ന ഓരോരോ കാര്യങ്ങൾ വെച്ചിട്ട് ഇത് ഇന്നതാവാനുള്ള എല്ലാ സാധ്യതയുമുണ്ട്. അങ്ങനെ കണക്കാക്കി അത് ഉടനെ ആരോഗ്യമന്ത്രി അറിയിക്കുക. അവിടെ നിന്ന് ഉടനടി നടപടികൾ ഉണ്ടാകുന്നു. കൃത്യമായി കാര്യക്ഷമമായിട്ട് എല്ലാ ഡിപ്പാർട്ട്മെന്റുകളും ഒരുമിച്ച് കമ്മ്യൂണിറ്റി മെഡിസിനെയൊക്കെ വലിയ രീതിയിൽ ഇവർ ഉപയോഗിച്ചു. അത് പ്രത്യേകിച്ച് ഈ പറയുന്ന കെ ശൈലജ എന്ന് പറയുന്ന മന്ത്രിയുടെ ഒരു മികവാണ്. കാരണം എല്ലാ വകുപ്പുകളെ ഏതൊക്കെ വകുപ്പുകളെ എങ്ങനെയൊക്കെ ഉപയോഗിക്കണം എന്നുള്ളതിനെ കൃത്യമായിട്ട് കണ്ട് അറിഞ്ഞ് വീണ്ടെടുത്ത് ഓരോരോ കാര്യങ്ങളായിട്ട് വീണ്ടെടുത്ത് അതിനെ കൂട്ടിച്ചേർത്ത്
പ്രവർത്തിച്ചു എന്ന് പറയുന്നത് വലിയ കാര്യമാണ്. അങ്ങനെയാണ് നിപ്പയെ പ്രതിരോധിച്ചത്. അതിൽ വേറൊരു പ്രധാനപ്പെട്ട ഒരു കാര്യമുണ്ട്. ജനങ്ങൾ പാനിക്കാവുന്ന ഒരു സിറ്റുവേഷനാണ്. അത് ജനങ്ങൾ പാനിക്കാവാതെ ജനങ്ങളെ കാര്യം പറഞ്ഞ് മനസ്സിലാക്കി അവരെ കൂടെ ചേർത്തിട്ടാണ് ഈ നിപ്പയെ പ്രതിരോധിച്ചതെന്നും കൂടെ മനസ്സിലാക്കണം നമ്മൾ. അതൊരു മന്ത്രിയുടെയും, പ്രത്യേകിച്ച് ആ മന്ത്രിസഭ തന്നെ കൂട്ടിക്കോ, അവർ ഏത് രീതിയിൽ ആ വിഷയം കൈകാര്യം ചെയ്യും. കാരണം ഇന്ത്യയിൽ തന്നെ ഇങ്ങനൊരു വിഷയം ആദ്യമായിട്ടാണ് നിപ്പ എന്ന് പറയുന്ന ഒരു അസുഖം. ഇതിൻ്റെ എന്തൊക്കെയാണ് സൈഡ് എഫക്റ്റ് ഉണ്ടാകുന്നത്, ഇത് ആളുകളുമായിട്ട് ബന്ധപ്പെട്ട് വരുമ്പോൾ ഏതൊക്കെ രീതിയിലാണ് അത് ആളുകളിലേക്ക് എത്തുന്നത്, സമൂഹത്തിനെ ഇത് ഏത് രീതിയിൽ ബാധിക്കുന്നു. ഇന്ത്യയിൽ ഒരു ആരോഗ്യമന്ത്രിക്കും ഇങ്ങനെ ഒരു സംഭവം ഈ മുൻപരിചയമില്ലാത്തൊരു സാധനമാണ്. അത് അവർ എത്ര സിമ്പിളായിട്ട് കൈകാര്യം ചെയ്തു എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അടുത്ത ഘട്ടത്തിൽ നിപ്പ വന്നു കഴിഞ്ഞാൽ എത്ര പെട്ടെന്ന് അത് പ്രതിരോധിക്കാൻ സാധിക്കും എന്നത് അതിലൂടെ അവർ മനസ്സിലാക്കി. അവർ ആ സമയത്ത് കോഴിക്കോട് മെഡിക്കൽ കോളേജിലും ആ മരിച്ച മറ്റേ നഴ്സിൻ്റെ വീടുകളിലും ഒക്കെ പോയിട്ട് ജനങ്ങൾക്കുണ്ടാകുന്ന ആശങ്ക മാറ്റി എന്നുള്ളതാണ്. ഞാൻ നിങ്ങളോടൊപ്പം ഉണ്ട്, നിങ്ങൾ ഭയപ്പെടേണ്ടതില്ല. അതല്ലേ ശരിക്കും പറഞ്ഞാൽ ചെയ്യേണ്ടത്. അത് ചൈനയിൽ ഈ രോഗം വന്നപ്പോഴത്തേക്ക് 100 കണക്കിന് ആൾക്കാരെ നിപ്പ ബാധിച്ച് മരിച്ചിട്ടുള്ളത്. കാരണം ഈ പറയുന്ന സമ്പർക്കം ഐഡന്റിഫൈ ചെയ്യാനോ അതിനെ നിയന്ത്രിക്കാനോ ഒന്നും കഴിഞ്ഞില്ല. പക്ഷെ ഇവിടെ കേരളത്തിന് കഴിഞ്ഞതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വലിയ തോതിൽ അതിനെ നിയന്ത്രിക്കാനും ഈ പറയുന്ന സമ്പർക്ക പട്ടിക എടുക്കാൻ, റൂട്ട് മാപ്പ് എടുക്കാൻ അത് ദ്രുതഗതിയിലാണ്. അത് കെ ശൈലജ എന്ന് പറയുന്ന ഒരു മന്ത്രിയുടെ വിൽ പവറിന്റെ കൂടി കാര്യമാണ്. അങ്ങനെ ഉള്ളത് കൊണ്ടാണ് അവർ കൃത്യമായി ഇതിനെ കണ്ടെത്തി ആ നേതൃത്വ പാഠവും, പ്രത്യേകിച്ച് ഈ CPM പോലുള്ള കമ്മ്യൂണിസ്റ്റ് പാർട്ടികളുടെ ഒരു കേഡർ സ്വഭാവത്തിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് അടിതൊട്ട് മുടി വരെ ബന്ധമുണ്ടായിരിക്കും. ഏറ്റവും മുകളിലുള്ള ആർക്കും താഴെ തട്ട് വരെ അറിയാം. കാരണം അവിടുന്ന് ഉയർന്നു വന്നവരാണ്. ഒരു ബ്രാഞ്ചിൽ നല്ലത് ഒരിക്കലും ഡയറക്റ്റ് കോപ്റ്റ് ചെയ്ത് ഒരിടത്ത് കൊണ്ടിരുത്താൻ വലിയ പ്രയാസം. ഇല്ലെങ്കിൽ ഇന്നൊക്കെ നടക്കുന്നത് പോലെ ഒരു നേതാവിനെ മറ്റേതെങ്കിലും പാർട്ടി വിട്ടു വരുമ്പോൾ സംസ്ഥാന കമ്മിറ്റിയിലേക്ക് നേരിട്ടെടുക്കുക, അങ്ങനെ എന്തെങ്കിലും അത് സമ്മേളന കാലങ്ങളിലൊക്കെയാണ് എടുക്കുന്നത്. പക്ഷേ കെ ശൈലജയൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ താഴെ തട്ടിൽ നിന്ന് പ്രവർത്തിച്ച് വന്ന ഒരു നേതാവായതുകൊണ്ട് തന്നെ അവർക്ക് ഇത്തരം കാര്യങ്ങൾ പെട്ടെന്ന് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റും. പക്ഷേ വീണ ജോർജിന് അത് കഴിയുന്നില്ല എന്നുള്ളതാണ് ഒരുപാട് പരാതികൾ വരുന്നത്. കാരണം വീണ ജോർജ് മാധ്യമപ്രവർത്തകരല്ല. സ്വാഭാവികമായിട്ടും മാധ്യമപ്രവർത്തകരുടെ പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ ഈ പറയുന്ന രാഷ്ട്രീയ പ്രവർത്തനം നടത്തിയല്ലല്ലോ, അല്ലെങ്കിൽ പൊതുപ്രവർത്തനം നടത്തി ആൾക്കാരുമായിട്ട് ഇടപെട്ട് എങ്ങനെയൊക്കെയാണ് ഈ കാര്യങ്ങൾ പോകുന്നത്, എങ്ങനെയൊക്കെയാണ് ആൾക്കാരെ കോർഡിനേറ്റ് ചെയ്യേണ്ടത്. അവിടെ ഏറ്റവും മുകളിലുള്ള ആർക്കുള്ള ഒരു പതർച്ച വന്നു കഴിഞ്ഞാൽ അത് അങ്ങേയറ്റം വരെ ബാധിക്കും. അപ്പോൾ അതാണ് ഇപ്പോൾ ആരോഗ്യവകുപ്പിനെ ബാധിച്ചിരിക്കുന്നതെന്ന് പറയാം. അത് പതറുന്ന ആളാണ് ആരോഗ്യമന്ത്രിയായിരിക്കുന്നത്. മറ്റേത് കെ ശൈലജയ്ക്ക് ഒരു സംശയമില്ല, നടപടി എടുക്കേണ്ടത് ഇങ്ങനെ എടുക്കണം, അത് പറയാൻ പറ്റും. പക്ഷെ ഇവിടെ വീണ ജോർജിന് അത് കഴിയുന്നില്ല എന്നുള്ളതാണ്. പിന്നെ അവർ സ്വയം വലിയ സ്ട്രോങ് ആണെന്ന് കാണിക്കാൻ വേണ്ടിയിട്ട് പല കാര്യങ്ങൾ ചെയ്യുന്നതും പലപ്പോഴും അബദ്ധത്തിൽ കൊണ്ട് ചാടിക്കുകയും ചെയ്യുന്നുണ്ട്. അപ്പോൾ അതൊക്കെയാണ് ഒരു പ്രശ്നമുള്ള പ്രവൃത്തി പരിചയം എന്ന് പറയുന്നത് പ്രധാനപ്പെട്ട കാര്യമാണ്. ഈ മന്ത്രിസഭയിൽ അതുള്ളവർ വളരെ കുറവാണ്. കഴിഞ്ഞ മന്ത്രിസഭയിൽ എന്ന് പറഞ്ഞാൽ വലിയ സീനിയറായിട്ടുള്ള പൊളിറ്റീഷ്യൻസാണ് ഉണ്ടായിരുന്നത്. അപ്പോൾ അവർക്ക് കൃത്യമായിട്ട് ജനങ്ങളെ നയിക്കാൻ അറിയാം, ഉദ്യോഗസ്ഥരെ നിയന്ത്രിക്കാൻ അറിയാം, ഈ പറയുന്ന ഏത് മാധ്യമങ്ങളോട് സംസാരിക്കാൻ അറിയാം, അതിൽ എന്ത് പറയണം എന്ത് പറയണ്ട എന്നുള്ളത് അറിയാം. പക്ഷെ വീണ ജോർജിന് പലപ്പോഴും ആ പറയേണ്ടതും പറയേണ്ടാത്തതും തമ്മിൽ ഒരു ക്ലാരിറ്റി കുറവുണ്ടാകുന്നു. ആ ക്ലാരിറ്റി കുറവ് ഒരു മാധ്യമപ്രവർത്തകയായിരുന്നിട്ട് പോലും പലപ്പോഴും അബദ്ധങ്ങളിലേക്ക് വഴിവെക്കുന്നു എന്നുള്ളതാണ് ഇവിടെ സംഭവിക്കുന്നത്. പക്ഷേ കേരളത്തിൻ്റെ ആരോഗ്യ മേഖലയുടെ മികവ് കൊണ്ട് പലപ്പോഴും ഈ പ്രശ്നങ്ങളെ തരണം ചെയ്ത് പോകുന്നു എന്നുള്ളതേ ഉള്ളൂ. ശരിക്കും പറഞ്ഞാൽ അല്ലാതെ ഒരു ആരോഗ്യമന്ത്രിയുടെ കഴിവുകൊണ്ടല്ല, ആരോഗ്യമന്ത്രിയുടെ കഴിവുകൊണ്ട് നടന്നിരുന്നത് കെ ശൈലജയുടെ കാലത്താണ്. ഇപ്പോൾ നമ്മുടെ ആരോഗ്യ മേഖല സ്വതവേ എന്താണോ ഉള്ളത് അത് വെച്ചിട്ടാണ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. മന്ത്രിയുടെ കോൺട്രിബ്യൂഷൻ എന്ന് പറയുന്നത് വളരെ മിനിമലായി മാറിയിരിക്കുന്നു എന്നുള്ളൊരു പ്രശ്നവുമുണ്ട്.